എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. വീട്ടിലെത്തി സമാധാനം, സന്തോഷം, ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ചു. ഇനി നമ്മൾ കാശ്മീരിൽ നിന്ന് കൊണ്ടുവന്ന കുറേ കിലോ കണക്കിനുള്ള കുറേ സാധനങ്ങളുണ്ട് ഗൈസ്. അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ്. അമ്മാമ ഇവിടെ ഇരിക്കുന്നുണ്ട്. അമ്മാമ ഹായ്. ആരാ? വീഡിയോ കോളാണെന്ന് ഞാൻ ദൈവം എപ്പോഴും വിചാരിച്ചിരിക്കണേ. ഇതുവരെ മാറ്റില്ല അല്ലേ? ഒരു മാറ്റമില്ല. വായോ. ഏത് ബാറ്? വാൾനട്ട് ഫഡ്ജ് ട്രെയിനിൽ വെച്ച് കഴിഞ്ഞ്. അപ്പോൾ അതില്ല. ഇത് മാറ്റി വെച്ചോ. ഇതാരുടെ ഫോൺ? കവർ മാറ്റിയതാ. സോ നമ്മുടെ പെട്ടി ആദ്യം തന്നെ പൊട്ടിക്കിരുന്ന ക്യാമറ പിടിക്ക്. ഇപ്പുറത്തുനിന്നോ. സോ പെട്ടി പൊട്ടിക്കൽ ചടങ്ങ്. ആദ്യം സ്ലീപ്പിംഗ് ബാഗ്. ഇതാണമ്മേ ഞാൻ 2 മാസം കിടന്നുറങ്ങിയത്. ഇത് സൂക്ഷിച്ചു വെച്ചോ. ഈ ബാഗിനുള്ളിലാണ് കിടന്നുറങ്ങാൻ. ഫുള്ള് ചെടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് സാധനങ്ങൾ. ഇതായിരുന്നു എന്റെ സ്ലീപ്പിംഗ് ബാഗ്. ഇതൊന്ന് വെയിലത്ത് ഇടണം കേട്ടോ. ഇത് ഭയങ്കര ഇതായി തുടങ്ങി. വാഷ് ചെയ്യാൻ എനിക്കറിയില്ല. അതിലൊക്കെ എത്ര വിളിച്ച് ചോദിച്ചു നോക്കണം. ഇതിന്റെ ഉള്ളിലാ മോൻ കിടന്നിട്ടുണ്ടായിരുന്ന ഈ പൊത്തിന്റെ ഉള്ളിൽ. അതെ മണന്നില്ലേണ്ടാ. ഇതിന്റെ ഉള്ളിൽ സുഖമായിട്ട് കിടന്നുറങ്ങാം രാത്രി. പിന്നെ ക്ഷീണമുള്ള കാരണം പെട്ടെന്ന് ഉറങ്ങി പോകും. സോ ആദ്യത്തെ പെട്ടി പൊട്ടിക്കൽ ഗൈസ്. ആദ്യത്തെ ഒരു സാധനവും ഇല്ല. എന്നാലും വെറുതെ പട്ടി ഷോ. അമ്മാമ എന്നിട്ട് പറഞ്ഞേ അവരെ രാജ്യത്തേക്ക് പോയവര് ഡൽഹി അങ്ങനെയുള്ള രാജ്യത്തേക്കൊക്കെ പോയവര് ഇതുപോലത്തെ ഇതൊക്കെ എടുക്കാന്ന്. അതിന്റെ ഉള്ളിലൊക്കെ എടുക്കാന്ന്. അമ്മാവ ഡൽഹി പോയിട്ടുണ്ട്. അമ്മാവ ഡൽഹി പോയിട്ടുണ്ട്. അതന്നെ അതിന്റെ അതുപോലെ ഞാൻ പേരക്കുട്ടി കിടന്നുണ്ടായിരുന്നു 3 മാസം. സോ അതെ. സോ ഫസ്റ്റത്തെ പെട്ടി പൊട്ടിക്കൽ ചിഞ്ചിൻ. ഇതാണ് തലോണ. ഇത് തലോണ. അവനപ്പോഴേക്കാ കുട നോക്കിന്നിട്ടാണ് തലോണ. ഇതാണ് ഗ്യാസ് സ്റ്റൗ. ഗ്യാസ് സ്റ്റൗ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് പവർ ബാങ്ക്. ജോഹിന് പവർ ബാങ്ക് കൊടുക്കൂ. ഇത് ഡെക്കാത്ര മൈസൂര് വെച്ച് വാങ്ങി. ഇതാണ് അമ്മയ്ക്ക് ചായപ്പൊടി. ഇതാണ് കാശ്മീരി കാവ എന്ന് പറയും. ഇതില് വാൾനട്ടും ബദാമൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടലുന്ന സാധനം. ചായപ്പൊടിക്ക് പകരം ഈ സാധനം ഇടാം. ഇത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടലനായിട്ട്. അല്ലല്ല, ഒരു യെല്ലോ കളറാ വരാം. യെല്ലോ കളർ ഗ്രീൻ ടീ ഒക്കെ പോലെ. ഇത് ജോഹിന് ഷൂ. സന്തോഷം. ഷൂ ഒക്കെ എത്തി. ഷൂ സന്തോഷമായില്ലേ? ആ ഷൂ. സൈക്കിള് വിറ്റു. അമ്മാവിക്ക് കുറച്ച് കാശ് അയച്ചു തരായിരുന്നില്ല? എന്നിട്ട് പേരക്കുട്ടിക്ക് കുറച്ച് കാശ് അയച്ചു തരാ. ഇനിയാണ് ഇനിയാണ് കാശ്മീരിലത്തെ മെയിൻ സാധനം. ഇതാണ് വാൾനട്ട്. ഇതാണ് വാൾനട്ട്. ഇത് പൊട്ടിച്ചിട്ടാണ് കഴിക്കുക. പിണ്ണാക്ക് കഴിക്കണോണാ. ഇവർക്ക് വലിയതായിരുന്നു വാൾനട്ട്. ആനത്തല കേസാന്ന്. തിന്നു നോക്കി കഴിഞ്ഞാൽ അറിയാം. 2ാമത് ദിവസം തുപ്പിക്കളയുന്നു. ഷെല്ലില്ലാത്തത്. അപ്പൊ വാൾനട്ടായില്ലേ? ഇത് വാൾനട്ട്. ഇത് പൊട്ടിച്ച് കഴിക്കണം കേട്ടോ. പക്ഷെ ഇത് പിണ്ണാക്ക് പോലത്തെ സാധന. ഒരു പ്രത്യേകിച്ച് ഒരു വികാരം ഇല്ലാത്ത സാധന. ഇത് കേടായോ? ഇല്ല. ഇതാണ് ബ്ലൂബെറി. ഒറിജിനൽ ബ്ലൂബെറി. നമ്മള് ജലിഞ്ചേട്ടനൊക്കെ വന്നപ്പോ അന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ലേ? അത് ഡ്രൈ ആയിരുന്നു. ഇത് ലൂയിക്കായ പോലെ ഇരിക്കും. ഒറിജിനൽ സാധനം. അവിടെ ഉണ്ടാവണ തണവുണ്ട്. അതെന്താ തണവെന്ന് എനിക്കറിയില്ല. 3 ദിവസം AC-യിലേക്ക് നേണ്ടാവും. അതാണ് ബ്ലൂബെറി. അത് പൊട്ടിച്ചോ, ടേസ്റ്റ് ചെയ്യട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം. ടേസ്റ്റ് ചെയ്ത് നോക്കിയത്. ബ്ലൂബെറി ആണോ? നല്ല ടേസ്റ്റ് ഉള്ളതല്ലേ? പിന്നെയാണ് നമ്മുടെ അടുത്ത സാധനം. ഇതാണ് വാൾനട്ട്. അത് ഷെല്ലുള്ളതും ഷെല്ലില്ലാത്തതും. ഇതിന് ഷെല്ലില്ല. ഇത് ഉണ്ടാ. ഇത് രണ്ടും സെയിം ആടാ. ഇത് ഷെല്ലില്ലാത്തത്.
ആ ഇത് പൊട്ടിച്ചിട്ടാണ് ഈ സാധനം ഉണ്ടാക്കാം. ആ ഇതിന് വില കുറവാണ്. ഇവിടെ 1900 കടാ, 1900 കടാ. ഇത് 1000, 500, 1000 അങ്ങനെയൊക്കെ ഉള്ളൂ. ഭയങ്കര വില കുറവാണ്. പിന്നെ ഇതാണ് നിങ്ങൾ ചോദിച്ച ഇതെന്താണെന്ന് ഗസ് ചെയ്യോ? നിങ്ങൾ ഗസ് ചെയ്യൂ. ഇതാണ് സാധനം. ഇത് കഞ്ചാവിന്റെ അല്ലാണ്ടാ, നീ അതും പറഞ്ഞ് പ്രശ്നമൊക്കെ ഇരിക്കോ. ഇത് പൊട്ടിക്ക്. ഇത് എന്നിട്ട് സാധനം അറിയോ? ഇതാണ് വാൾനട്ട് ഫഡ്ജ്. വാൾനട്ട് ഫഡ്ജ് എന്ന് പറഞ്ഞ സാധനം വൺ ഓഫ് ദ ബെസ്റ്റ് സാധനം ഞാൻ ഇതുവരെ കഴിച്ചു തരും. എൻ്റെ മോനെ കിഡ്ലോസ്കി സാധനമായിരുന്നു വാൾനട്ട് ഫഡ്ജ് കേട്ടാ. അടിപൊളി ടേസ്റ്റാ. പൊളിച്ചേ അലുവ കഷ്ണല്ല കാട്ടുതരാം. ഇതാണ് സാധനം വരുന്നത്. ടേസ്റ്റ് ചെയ്ത് നോക്കിയോ? എന്നാ കഴിച്ചു നോക്കിയേ. അതൊന്ന് കഴിച്ചു നോക്കിട്ട് പറ എങ്ങനെയുണ്ടെന്ന് പറ. ടേസ്റ്റ് ഉണ്ടാ? ഇതന്ന ഒരു കഷ്ണം തന്നെ. എന്നാ ഇത് പൊട്ടിച്ച് നോക്കിയാമ്മ. കഴിച്ചു നോക്കിയേ. വായിലേക്ക് വെച്ചങ്ങട്. എങ്ങനെയുണ്ട്? അതിന്റെ ഇടയിൽ കൂടെ നമുക്കിയ പൊളി സാധനല്ലേ? ഞാനൊരെണ്ണം കഴിക്കട്ടെ. എന്താണ് ഇത് 3 ദിവസം ട്രെയിനിൽ ഇരുന്നിട്ടൊന്ന് ഉണങ്ങിയിട്ടുണ്ട്. ഇതിനെക്കാട്ടും കുറച്ചുകൂടി ജ്യൂസ് ചെയ്യാം. കൃത്യമാണ് ഒരു 10% കൂടി ജ്യൂസ് ചെയ്യാവൂ. ഇത് അധികം മധുരമില്ല. വാൾനട്ട് ഫഡ്ജ് ഇത് നല്ല വിലയുണ്ട്. 1/2 കിലോന് 700 രൂപയുണ്ടോ ഈ ഒരു സാധനത്തിന് പാക്കറ്റിന്. കഴിക്ക്. ഇനിയൊന്നല്ല ബദാം. ബ്ലൂബെറി പൊട്ടിച്ചൂലേ? സൈഡിൽ കൂടെ പോകണ്ടത് ഞാൻ വിചാരിച്ചേ. എങ്ങനെയുണ്ട്? മധുരം ഉണ്ടോ? ഓ മധുരം ഉണ്ടോ? മധുര പുളിയാ? കൊള്ളാല്ലേ ബ്ലൂബെറി? അമ്മ എനിക്ക് മാമക്ക് ടേസ്റ്റ് കൊടുക്കള. ഇത് കഴിച്ചു വയ്ക്കാം മാമ. ലൂബിക്കായ. ഈന്തപ്പഴല്ല ലൂബിക്കായ. ലൂബിക്കായ കഴിച്ചിട്ട് മധുരം ഉണ്ടോ? കുരു ഉണ്ട് കേട്ടോ. വിഴുങ്കരിക്കോ? അത്ര പൊളിയൊന്നുമില്ല. കുറച്ചാ പിന്നെ കുറച്ചോ. അത്ര പൊളിയൊന്നുമില്ല. ടേസ്റ്റ് ഉണ്ട്. മധുരം ഉണ്ട്. പുളിയില്ല. ഇതേ കുറച്ചുകൂടി വാങ്ങായിരുന്നല്ലേ? ബ്ലൂബെറി ഇവിടെ കിട്ടില്ല. ഞാൻ എല്ലാം കൂടി ഒത്തു വരണ്ടേ. ബ്ലൂബെറി സാധനം പക്ക സാധനാ. നമ്മളിവിടെ ഡ്രൈ അല്ല കിട്ടോ. ഇതാണ് റോസ്ബെറി. ഇത് ഡ്രൈ ആട്ടാ. റോസ്ബെറി അല്ല, ഇത് ഡ്രൈ റോസ്ബെറി. റെഡ് ബെറി, റോസ്ബെറി എന്തൊരു സാധനം. അത് സെർച്ച് ചെയ്ത് നോക്കി. ഇനി ഉള്ളത് ഇതെന്നിട്ട് ഇത് ഇത് നമ്മുടെ ഇവിടെ കിട്ടണത് കിവി. ഇതിനൊക്കെ എത്ര രൂപ ഉണ്ടെന്ന് അറിയോ? ഇതിനവിടെ 300 രൂപ. ഇത് 1/2 കിലോ 300 രൂപ. ഇതും 300. ഇതിന് 500, 250. ഭയങ്കര വില കുറവാ. എന്റെ ഒപ്പം കൂടെ പോയി വരുന്നവരും എല്ലാരും ഓടി ഉണ്ടായിരുന്നു. സമ്മാനം കിട്ടിയവർക്ക് എല്ലാവർക്കും സമ്മാനം കിട്ടിയിട്ടാ. ഇത് ഓട്ട മത്സരത്തിനല്ല പോയത്. ഞാൻ എങ്ങോട്ട് സൈക്കിളും കൊണ്ട് പോയിട്ടുണ്ട്. അമ്മാവോട് വിചാരം ഞാൻ വല്ല ഓട്ട മത്സരത്തിനും പോയിട്ടുണ്ടെന്നാണ് കേട്ടോ. അതാണ് ആള് ഓടിയെത്തിയോന്ന് ചോദിക്കണേ. ഓട്ട മത്സരം അല്ലേ ഇത് നമ്മളെ ഒരു യാത്ര പോയതാ. ടൂറ് പോയപ്പോ അവിടെ എത്തിയപ്പോ കടക്കാരെ ഇതൊക്കെ എനിക്ക് ഫ്രീ തന്നു. ഞാൻ എന്താ 10,000 രൂപ എന്ന് പറഞ്ഞറിയോ? നീ കൂടുതൽ വാങ്ങാൻ പറയും. എന്നിട്ട് ഇതൊക്കെ ഞാൻ കെട്ടി വെച്ചോണ്ടിരുന്നു. എനിക്ക് ഇതന്നെ കൈ ഒരു ദിവസം ഫുള്ള് കൈ വേദനയായിരുന്നു. ട്രെയിനിൽ വെക്കണ. ട്രെയിനിൽ അപ്പുറത്തേക്ക് എടുത്ത് വെക്കണ. നടക്കണ്ടേ? ഒരു പിടിച്ച് നടക്കണ്ടേ? മതി ഇതൊക്കെ. എനിക്ക് കൈയൊക്കെ വേദന എടുത്തിട്ട് പാടി ഭയങ്കര ഇതുണ്ടായിരുന്നില്ല. വേറെ എന്നിട്ട് ടേസ്റ്റ് ചെയ്യാനുള്ള നീ
റോസ്ബെറി ഇത് പൊട്ടിക്ക് പൊട്ടിച്ചോ വേറൊന്നുമില്ല. ഇത് നിറയെ സ്റ്റാപ്ലറാ, സൂക്ഷിച്ച് പൊടിയണം. എടുക്ക് മധുരട്ടിട്ടേ മലയാളം ഇട്ടിട്ടുണ്ടെങ്കിൽ അറിയില്ല. ഡ്രൈ സാധനം എന്തോ ബ്ലാക്ക്ബെറി നല്ലത്. ബ്ലൂബെറി അല്ല ബ്ലൂബെറി നല്ലത്. ബ്ലൂബെറി ഇത് ചെറിയാണോ? ചെറിയല്ല, ബെറിയാന്ന് പറഞ്ഞിട്ട് വാങ്ങിയ. അത് ലൂബിക്കായുടെ അപ്പനായിട്ട് വരും. ഞാൻ എന്നിട്ട് പറയാ കഴിച്ചു നോക്കി നോക്ക്. ഏത് ഇത് ഫ്രഷ് സാധന, ഇത് ഉണക്കിയതാ, ഡ്രൈയാ. സോ ഇതാണ് കാര്യങ്ങൾ. പരിപാടി കഴിഞ്ഞു ഗൈസ്. അമ്മയുടെ ബാഗ് ചെക്കിങ് സെർമണി. എന്തെങ്കിലും കിട്ടിയാ? പേസ്റ്റ് ഒന്നും അല്ല, അത് സോപ്പും പൊടിയാണ്. ഇന്നലെ തുടങ്ങിയ തപ്പല. ഞാൻ കഞ്ചാവ് തോട്ടം കാട്ടിന്നുള്ള ഞാൻ കൊണ്ടുവന്നിട്ടില്ല ഒന്നും. അമ്മയുടെ ഇൻസ്പെക്ഷനാ വീട്ടിൽ വന്നു കഴിഞ്ഞാ 3 മാസമായിട്ട് പോയതാ. നോക്ക് എന്റെ ദൈവമേ, ഒരു രക്ഷയില്ല കേട്ടോ. എന്തായാലും അടിപൊളിയാണ്. സോ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഔട്ട്റോ വീഡിയോ ഷൂട്ട് ചെയ്യണത്. നമ്മുടെ സൈക്കിളും കാര്യങ്ങളൊക്കെ വന്നിട്ടാണ് ഈ ഔട്ട്റോ എടുക്കുന്നത് കേട്ടോ. സോ സൈക്കിൾ ബുക്ക് ചെയ്യാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താഴെ കമൻറ്റ് ചെയ്യില്ല, എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടോഡിൻ്റെ ബൈക്ക് അല്ലെങ്കിൽ ബഡ്ജറ്റായിട്ട് നിങ്ങൾക്ക് ഏത് സൈക്കിൾ വേണമെങ്കിലും നമ്മൾ ഡയറക്റ്റ് കമ്പനിയിൽ നിന്ന് ഹോൾസെയിൽ റേറ്റിന് എടുത്ത് തരുന്നുണ്ട് കേട്ടോ. സോ അതും പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അൺബോക്സിങ് പരിപാടികൾ, അൺബോക്സ് ചെയ്ത സാധനങ്ങൾ പകുതി മുക്കാലും ഇപ്പോൾ കഴിഞ്ഞു കേട്ടോ. ഇപ്പം എന്തൊക്കെയുണ്ടോ അവിടെ? വാൾനട്ട് ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ ഔട്ടർ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഗൈസ്, അപ്പോൾ ഔട്ടർ എടുത്തതാണ്. സോ സ്റ്റേ ട്യൂൺ ഗൈസ്. നാളെ 6 മണിക്ക് കാണാം. എല്ലാ ദിവസവും 6 മണിക്ക് മുടങ്ങാതെ ഇനി വീഡിയോസ് വരും കേട്ടോ. കാരണം ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും എഡിറ്റ് ചെയ്യൽ, തമ്പനയിൽ സെറ്റ് ചെയ്യണം, അത് സെറ്റ് ചെയ്യണം, ഇത് സെറ്റ് ചെയ്യണം, എല്ലാം നമ്മൾ തന്നെ ചെയ്യണത്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ബോഡിയും ക്ഷീണവും മാറ്റണം. അപ്പം എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഗ്യാപ്പ് 1-2 ദിവസം വന്നത്. ഇന്നിപ്പോൾ ഇനിയിപ്പോൾ ഒരു എഡിറ്ററിനെ വെച്ചിട്ടുണ്ട്. നമ്മൾ തമ്പനയിൽ റെഡി ചെയ്യാൻ വേണ്ടിയിട്ട് ജിഷ്ണു ബ്രോ ആണ് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് തരുന്നത്. തമ്പനയിലൊക്കെ നല്ല ഭംഗിയില്ലേ, ഒരു മെനിയില്ലേ എല്ലാ തമ്പനയിലും. ഇപ്പോൾ അത് സുഹൃത്ത്, ആ ഒരു ഫ്രണ്ട് കാരണം ചെയ്ത് തരണം കേട്ടോ. അപ്പോൾ കുറച്ച് റിലാക്സ് ആയിട്ട് ഇരിക്കുകയാണ്. ഇനി ജിമ്മിൽ അങ്ങനെ കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ സ്റ്റേ ട്യൂൺ. ഒരു അപ്ഡേറ്റ് ആയിട്ട് ഓരോ ദിവസം വീഡിയോസ് വരും. ഇനി കുറച്ച് ദിവസം 1-2 മാസം എന്തായാലും വീട്ടിലിരുന്നിട്ടുള്ള ഫാമിലി വ്ളോഗ് അങ്ങനത്തെ പരിപാടികളായിരിക്കും കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാണ്ട് എഫേർട്ട് എടുത്ത് ചെയ്യുന്ന ഒറ്റ പരിപാടികളും ഇല്ല. കാരണം ബോഡി അത്രയ്ക്ക് വീക്കായിട്ടുണ്ട്. നിങ്ങൾക്ക് ഊഹിക്കാതെ ഒരു 10,000-3800 കിലോമീറ്ററൊക്കെ സൈക്കിൾ ഓട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോഡി എന്തോരം വീക്കാവുന്നു. നാളെ പോയിട്ട് മറ്റേ BCA റിപ്പോർട്ട് നേടാൻ തോന്നുന്നുണ്ട്. ആ റിപ്പോർട്ട് എടുക്കണം. ബോഡിയിലത്തെ വെയിറ്റ്, മസിൽ മാസ്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ബോഡിയിൽ കുറഞ്ഞിട്ടുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള റിപ്പോർട്ട് എടുക്കണം നാളെ പോയിട്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ അപ്ഡേറ്റ് ആയിട്ട് എന്തായാലും വരാൻ കഴിച്ച എല്ലാ ദിവസവും വീഡിയോസ് ഉണ്ടാകും. സ്റ്റേ ട്യൂൺഡ്. നാളെ 6 മണിക്ക് കാണാം. ടിൽ ദെൻ ബൈ.